ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ലിവർ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പിന്നെ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് പുതിയ വീഡിയോ ആണ്, കുറേ നാൾക്ക് ശേഷം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെടുത്ത് വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കുരുമുളകും നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, മല്ലിയില, മുളക് പൊടി, അതുപോലെ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും പിന്നെ നമ്മുടെ ലിവർ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിവർ റോസ്റ്റിനായിട്ട് വേണ്ടത്. എല്ലാവരും, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ലിവർ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. കൊച്ചുള്ളി ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിൽ ഞാൻ കടുകിന് പകരം പെരിഞ്ജീരകമാണ് ഇടുന്നത്. പെരിഞ്ജീരകം ഇട്ട് നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് ഇതാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന കൊച്ചുള്ളി, അതുപോലെ ഒരു സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് ഇത് അതിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച്, ഞാൻ നേരത്തെ ഉപ്പ് മറന്നു പോയായിരുന്നു പറയാനായിട്ട്, നമുക്ക് ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അഴി പിടിക്കാതെ തീയൊക്കെ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ശകലം പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കല്ലുപ്പാണ്, കല്ലുപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിയുപ്പല്ല യൂസ് ചെയ്യുന്നത്, കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചതച്ച് വച്ചിരിക്കുന്ന കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതും നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴങ്ങി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോസൊക്കെ ക്ലിയറായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വഴണ്ട് നന്നായിട്ട് വരും. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വാടിക്കാണും. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ 1-1.5 തക്കാളിയോളം ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. 250 ഗ്രാം ഓളം വരുന്ന ലിവറാണ് ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ലേശം എപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഓയിലൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതിൽ ലിവറിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. എപ്പോഴും ഇതെടുക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കണം. ഇഞ്ചിയെക്കാട്ടി കുറച്ചുകൂടെ വെളുത്തുള്ളി കൂടുതലെടുത്താലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എണ്ണയൊക്കെ ഊറി വരുന്നുണ്ട്. പിന്നെ നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ട് മൂടി, ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ച് വരുമ്പോഴത്തേക്കും ലിവറൊക്കെ നന്നായിട്ട് വെന്ത് നല്ല എണ്ണയൊക്കെ അതിൽ നിന്ന് തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വരും. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.